നമുക്ക് ഒരു ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു ലൂയിസ് മേലുകാവ്. അപ്പോൾ ഇതാണ് ലൂയിസ് മേലുകാവ്. അപ്പോൾ കോമഡി മസാലയുടെ വേദിയിലേക്ക് സ്വാഗതം. എന്ത് പെർഫോമൻസ് ആണ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? ഞാൻ കുറച്ച് മലയാളത്തിലെ കുറച്ച് പ്രിയപ്പെട്ട നടിമാരുടെ ശബ്ദവും കുറച്ച് നടന്മാരുടെ ശബ്ദവും. ഓക്കെ, നോക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് മലയാളത്തിൻ്റെ ചിരിക്കുടുക്ക നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി കൽപ്പന ചേച്ചിയുടെ ശബ്ദമാണ്. ചേട്ടാ, നമ്മുടെ ഒരു മാല കടന്നു പോയി എന്ന് പറഞ്ഞില്ലേ? മാല നമ്മുടെ സാന്തികയിലിരിക്കുന്നു. അയ്യോ, ഗോവിന്ദ കുട്ടിയിൽ വരുന്നത് എത്ര നാളായി പിന്നെ ഗോവിന്ദ കുട്ടി ഒന്ന് കാണാനിരിക്കാൻ തുടങ്ങി. 10 വർഷം SLC എഴുതി തോറ്റ വിദ്യാർത്ഥി എനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. നീ വിട്ടത് ഈ കൈ കൊണ്ട് എത്ര കാണപ്പെട്ട് വാട്ടി വാട്ടി കൊടുത്തെന്ന് അറിയാമോ? ഈ പാവത്തിന് ഒരിക്കലും സൗന്ദര്യം കൊടുക്കില്ലേ? താങ്ക് യു. ഓക്കെ, അടുത്ത ആരാണ്? അടുത്ത് മലയാള സിനിമയിൽ ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നമ്മുടെ നവ്യ നായർ. ഓക്കെ. ഒരു പാൽമോഹം ഈ പൊട്ടമനസ്സിൽ തോന്നിയപ്പോ ഞാൻ കൂടി ഇങ്ങോട്ടാ വന്നത്. കയ്യത്ത ദൂരത്തിലുള്ളത് എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ എന്നെ നിർവഹിക്കാൻ നടത്തുന്നത് ഞാനൊന്ന് പ്രാർത്ഥിച്ചിരുന്നില്ലേ? എന്തിനാ എന്നെ കൊണ്ട് സ്വപ്നങ്ങൾ കാണിച്ചത്? എൻ്റെ കണ്ണീര് കാണാനോ? എന്നെ മാത്രം ഇരട്ടിലാക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു തിരിഞ്ഞ് ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം, എനിക്ക് കാണണ്ട. താങ്ക് യു. നന്ദനത്തിലെ നവ്യ നായരുടെ സൂപ്പർ ഹിറ്റ് ഡയലോഗ് ആയിരുന്നു അത്. അതെ. യെസ്. ഇനി മലയാളത്തിൽ മണിച്ചേട്ടന്റെ അമ്മയായി ഏറ്റവും കൂടുതൽ തവണ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശബ്ദം കുറഞ്ഞൊരു നടിയുണ്ട്. ആരെന്ന് പറയോ? മീന ഗണേഷ്. മീന ചേച്ചിയുടെ ശബ്ദമാണ്. വാസന്തി ലക്ഷ്മിയിലും മണിച്ചേട്ടന്റെ അമ്മയായി അഭിനയിച്ച മീന ഗണേഷ്. ശബ്ദം കുറഞ്ഞ നടി. ഓക്കെ, അപ്പം നമ്മളിപ്പോ 3 നടിമാരുടെ ശബ്ദം കേട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് നടന്മാരുടെ ശബ്ദത്തിലേക്ക് മാറുകയാണ് നമ്മള്. അതെ. ആദ്യം മലയാള സിനിമയിൽ ന്യൂ ജനറേഷൻ സിനിമയിലൊക്കെ വളരെ സജീവമായിരിക്കുന്ന ആമീൻ എന്ന ചിത്രത്തിലൂടെയൊക്കെ നമ്മുടെ മനസ്സ് കീഴടക്കിയ സുനിൽ സുഗത ചേട്ടൻ. സുനിൽ സുഗത മാമച്ച, ആ കാണുന്നതാണ് നമ്മുടെ ഇടവപ്പള്ളി. ഇട ദിവസങ്ങളിൽ ഒരു കുർബാനയും ഞായറാഴ്ച മറ്റ് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ 2 കുർബാനയും. അതാ പതിവ്. നിന്നെ പള്ളിമറ്റത്ത് നിർത്തിക്കിടക്കാന്ന് നിന്റെ അമ്മയ്ക്ക് കൊടുത്ത ബാക്ക. മാമോദിച്ചക്ക് ശേഷം പള്ളി കാണാത്തവന് അടക്ക് മാറ്റി വെക്കാൻ പറയുന്നേ. അല്ല പിന്നെ. സുനിൽ സുഗത പെർഫെക്റ്റ് ആയിരുന്നു. ഇനി നമ്മുടെ അജു വർഗീസിന്റെ ശബ്ദം. മാമച്ചനോട് ഞാൻ പറഞ്ഞതാ, ആവശ്യമില്ലാത്ത പണിക്ക് പോവരുത്. ഒന്നാമത്തെ കാര്യം, പെണ്ണിന് 18 വയസ്സേ ഉള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ 40 വയസ്സും. അത് പോരാഞ്ഞ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. നിങ്ങളല്ലേ പറഞ്ഞ മനുഷ്യ കേന്ദ്രത്തിൽ ഏതാണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അല്ല പിന്നെ. ഇനി മലയാളത്തിന്റെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ വിനായകന്റെ ശബ്ദം. ഒന്നുമില്ല അശാൻ അവനാണ് എന്നെ ഇട്ട് കൊടുത്ത ബെന്നി അവനാണ് എന്നെ ഇട്ട് കൊടുത്തത്. എടോ, ഞാൻ വിളിക്കുമ്പോ താനൊന്ന് ഫോൺ എടുക്കണ്ടോ. തനിക്കൊക്കെ വേണ്ടിട്ടാ ഞാൻ ഈ പണിക്കിറങ്ങിയ. അവസാനം ഞാൻ വിളിക്കുമ്പോ മാത്രം എടുക്കണ്ടല്ലേ, എടുക്കണ്ടട്ടാ. എടി കൃഷ്ണ, ഒന്നുമില്ല വെറുതെ വിളിച്ചാണ്. താങ്ക് യു. ഇനി അവസാനമായിട്ട് ഞാൻ മലയാള സിനിമയിൽ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു സംഭാവനയുണ്ട്. ശ്രീ മണിയമ്പിള്ള രാജേട്ടൻ. പാലയിന്ന് കൊച്ചിനെ കാണണം, കാപ്പി കുടിക്കണം, പോകണം. 1990 കോട്ടയം സിനിമയിൽ പുള്ളി വെച്ച് നിന്റെ കാര്യത്തിൽ താരി കെട്ടി എന്നെ ഞാനില്ല എടുത്തു. എന്റെ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്വന്തം ചേരാ അല്ല ചോരെ പറഞ്ഞ കുഞ്ഞിനെ എടുത്തോണ്ട് പണി ഇറങ്ങിയല്ലടി. മല എന്റെ കുഞ്ഞിന്റെ പേര് മല. കൊച്ചിന് തന്തയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോ കൊച്ചിന്റെ പേരും കൂടെ പറയണായിരുന്നു. ദേ അണ്ണാന്ന് വിളിച്ച് നാക്കൊണ്ടൊന്നും വിളിപ്പിക്കരുത് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ അത് നല്ലൊരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. മണിയമ്പിള്ള രാജേന്റെ ആ സൗണ്ട് എടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഛായ വരെ വന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നിയായിരുന്നു ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈ ഒരു ടാലന്റ് ഒക്കെ എക്സിബിറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. നന്ദി. വീണ്ടും വരിക. താങ്ക് യു.